ആലുവയിൽ കഴിഞ്ഞ ദിവസം 50 ലക്ഷം രൂപ വില വരുന്ന MDMA പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. കൊച്ചി കപ്പലണ്ടിമുക്ക് സ്വദേശി സഫീർ എന്നയാളെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. റൂറൽ SP-യുടെ പ്രത്യേക സംഘം ട്രെയിനിൽ പിന്തുടർന്ന് നിരീക്ഷിച്ചാണ് കഴിഞ്ഞ ദിവസം യുവതിയെ പിടികൂടിയത്. യുവതിയെ കാത്തു നിൽക്കുമ്പോഴാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു നിന്ന് സഫീർ പിടിയിലായത്. ഇയാളോടൊപ്പം ഉണ്ടെന്ന് കരുതുന്നയാൾക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. MDMA കടത്താൻ ശ്രമിച്ചതിന് പിന്നിൽ മലയാളികൾ അടങ്ങുന്ന സംഘമെന്ന് സൂചന ലഭിച്ചു. ഇന്നലെ സബ് ഇൻസ്പെക്ടർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയത് ട്രെയിനിൽ ഒരു വനിത MDMA ആയിട്ട് വരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി. അതനുസരിച്ച് നമ്മുടെ സ്പെഷ്യൽ ടീം ഉൾപ്പെടെയുള്ള ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അടയാള വിവരം പറയുന്ന ആളെ വെയിറ്റ് ചെയ്ത് നിന്ന സമയത്താണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു വനിത കടന്നു വരുന്നതായിട്ട് കണ്ടത്. നമ്മൾ പറഞ്ഞ അടയാള വിവരമുള്ള ലേഡി ആയതുകൊണ്ട് നമ്മൾ വനിതാ പോലീസിൻ്റെ സഹായത്തോടും ഗസ്റ്റ് ഓഫീസറുടെ സഹായത്താലും വനിതാ പോലീസിനെ കൊണ്ട് സെർച്ച് ചെയ്ത സമയത്താണ് അവരുടെ കയ്യിൽ നിന്ന് ഒരു ബിഗ് ഷോപ്പറിനകത്ത് അതിനുള്ളിൽ ഒരു വാട്ടർ ഹീറ്റർ ഉണ്ടായിരുന്നു. അതിനുള്ളിൽ നിന്നും 1 kg 1 കിലോ വരുന്ന MDMA ക്രിസ്റ്റൽ രൂപത്തിലുള്ളത് ഡിറ്റക്റ്റ് ചെയ്തു. അതനുസരിച്ച് പ്രൊസീജിയർ കീപ്പ് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം FIR രജിസ്റ്റർ ചെയ്ത നടപടികൾ കഴിഞ്ഞു. വിശദമായിട്ട് ചോദ്യം ചെയ്തതിനകത്ത് ഇത് ഏറ്റുവാങ്ങാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നെന്നും മനസ്സിലായിരുന്നു. പക്ഷേ പോലീസിൻ്റെ ഇടപെടലും ചെക്കിങ് കണ്ടപ്പോൾ അയാൾ മാറിയത്. തുടർന്ന് പരിശോധിച്ചതിൽ നിന്ന് അദ്ദേഹത്തെ എറണാകുളം ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലായി. ഇത് വെരിഫൈ ചെയ്ത് ആളെ കസ്റ്റഡിയിലെടുത്തു. വിശദമായിട്ട് ചോദ്യം ചെയ്തതിനകത്തും അയാളെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടുള്ളതായിട്ട് മനസ്സിലായി. അയാളുടെ അറസ്റ്റും തുടർന്നിപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഇന്നാണ് അദ്ദേഹത്തിനെ കസ്റ്റഡി ചെയ്തത്. സഫീറാണ്. സഫീർ മട്ടാഞ്ചേരി സ്വദേശിയാണ്. നമ്മൾ ഇന്നലെ MDMA ആയിട്ട് കസ്റ്റഡിയിലെടുത്തത് ഷർമിൻ അക്തർ ആണ്. ബംഗാൾ സ്വദേശിയാണ്. നാളുകളായിട്ട് ഡൽഹിയിലും ബാംഗ്ലൂരുമായിട്ട് സെറ്റിൽഡാണ്. ഇതിൻ്റെ കണ്ണിയാണ് അവർ. പിന്നെ കൂടുതൽ ഇത് കൊടുത്തു വിട്ടവരെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസീവായിട്ട് പോകുന്നുണ്ട്. കൂടുതൽ അറസ്റ്റ് വരുന്ന സമയങ്ങളും ഉണ്ടാവും. കണ്ണൂർ സ്വദേശികളായവരടങ്ങുന്ന സംഘം ഡൽഹിയിൽ നിന്നാണ് ചുരുങ്ങിയ വിലയ്ക്ക് MDMA സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം MDMAയുമായി എത്തിയ യുവതി ബംഗാൾ സ്വദേശിയാണ്. ഇവർ ഡൽഹിയിലും ബാംഗ്ലൂരുവിലുമായാണ് കഴിഞ്ഞിരുന്നത്. ഇവർക്കെതിരെ കേരളത്തിൽ കേസുകളില്ലെങ്കിലും സമാന സ്വഭാവമുള്ള കേസുകളിൽ ഉൾപ്പെട്ടവരെ പോലീസ് നിരീക്ഷിച്ചിരുന്നതിനാലാണ് മയക്കുമരുന്ന് കടത്തിനെക്കുറിച്ച് വിവരം ലഭിച്ചത്. ഇതിനു മുമ്പും സംഘം മയക്കുമരുന്ന് കടത്തിയതായി സംശയമുണ്ട്. MDMA കൊച്ചിയിലെത്തിച്ച് സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഭാരത് ഭൂഷൺ, എറണാകുളം.